പ്രധാനമന്ത്രി വാർത്താ സമ്മേളനം നടത്താത്തതിൽ വിശദീകരണവുമായി വിദേശകാര്യ മന്ത്രാലയം. ഇടനിലക്കാരില്ലാതെ സംസാരിക്കാനാണ് മോദിക്ക് താല്പര്യമെന്ന് വിദേശകാര്യ മന്ത്രാലയം പറയുകയാണ്. മൻ കി ബാത്ത് പോലെയുള്ള മാർഗങ്ങൾ അദ്ദേഹം സ്വീകരിക്കുന്നുവെന്നും വിദേശ മന്ത്രാലയം വ്യക്തമാക്കി. It's not appropriate for me as a civil servant to question Mr. Modi's political method. He is a very successful politician. But let me give you some context. So Mr. Modi Prime Minister Modi is a quintessential Indian politician. By and large, Indian politicians favor direct, contact with their electorate. And you must remember that the Indian electorate are predominantly rural folk. They want direct contact. They don't like being spoken down to. They don't like being spoken to through intermediaries. എന്തു മനോഹരമായിട്ടുള്ള ന്യായീകരണം എന്നൊക്കെ പറയേണ്ടി വരും. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, ഇതിനെ ന്യായീകരണം എന്ന് പറയേണ്ടതുണ്ടോ അതോ എല്ലാം വെട്ടി തുറന്നു പറഞ്ഞു എന്നുള്ളതാണോ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ റേഡിയോയിലൂടെ സംസാരിക്കുമ്പോൾ നമ്മൾ പറയാ സംസാരിക്കുന്നു, നമ്മൾ കേട്ടാൽ മാത്രം മതി, അങ്ങോട്ട് നമുക്കൊന്നും പറയാനും പറ്റില്ല, ചോദിക്കാനും പറ്റില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ പ്രധാനമന്ത്രി ആ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയേണ്ടി വരും. ആ മറുപടി പറയാൻ എന്തുകൊണ്ട് പ്രധാനമന്ത്രി തയ്യാറാകുന്നില്ല എന്നുള്ള ചോദ്യത്തിലാണ് ഇടനിലക്കാരെ വേണ്ട, അതിൽ താല്പര്യമില്ല മോദിക്കെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. അതായത് അദ്ദേഹം വിദേശത്ത് പര്യടനം നടത്തുമ്പോൾ ഇത് രണ്ടാം തവണയാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത്. നേരത്തെ നോർവേയിലും അദ്ദേഹം സന്ദർശനം നടത്തിയപ്പോൾ മാധ്യമപ്രവർത്തകർ വാർത്താ സമ്മേളനത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ശ്രമിച്ചപ്പോൾ അത് സാധിക്കാതെ വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ന്യൂസിലൻഡിലും സമാനമായൊരു സാഹചര്യം ഉണ്ടായതോടുകൂടി വലിയ വിമർശനങ്ങളാണ് ന്യൂസിലൻഡിലെ മാധ്യമങ്ങൾ പ്രധാനമന്ത്രിക്കെതിരെ ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ചോദ്യങ്ങളെ ഭയക്കുന്നത് എന്ന രീതിയിലായിരുന്നു അവിടെ ഉയർന്ന ഒരു ആക്ഷേപം എന്ന് പറയുന്നത്. എന്തായാലും ഇതിനിപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത് ന്യൂസിലൻഡിലെ ഇന്ത്യൻ അംബാസഡർ ആയിട്ടുള്ള രുദ്രേന്ദ്ര ടാണ്ടനാണ്. അദ്ദേഹം പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടനിലക്കാരില്ലാതെ ജനങ്ങളുമായി സംവദിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അക്കാര്യത്തിൽ അദ്ദേഹം അഗ്രഗണ്യനാണ്. മൻ കി ബാത്ത് പോലെയുള്ള വിഷയങ്ങളിലൂടെ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെയാണ് അദ്ദേഹം സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത് എന്നാണ് ഇപ്പോൾ എന്തായാലും വിദേശകാര്യ മന്ത്രാലയം നൽകുന്ന വിശദീകരണം. വാർത്താ സമ്മേളനം നടത്താൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല എന്നും അദ്ദേഹം പറയുകയും ചെയ്തു. കാരണം പ്രധാനമന്ത്രി അധികാരത്തിലെത്തി 12 വർഷം പൂർത്തിയാകുമ്പോൾ ഇതുവരെ ഒറ്റ വാർത്താ സമ്മേളനം പോലും അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾ എടുക്കുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരം നൽകുന്ന ഒരൊറ്റ വാർത്താ സമ്മേളനം പോലും പേരിന് പോലും നടത്താത്ത ഒരു സാഹചര്യമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചുള്ളത്. അത് സംബന്ധിച്ച് നിരവധി വിമർശനങ്ങളും ഉയർന്നിരുന്നു. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലുള്ള ഒരു ഉത്തരമാണ് ഇപ്പോൾ എന്തായാലും വിദേശകാര്യ മന്ത്രാലയം ഈ 12ാം വർഷത്തിലെങ്കിലും നൽകുന്നത്. വിഷ്ണു, ഇത് ഗൗരവമായിട്ടുള്ള വേറൊരു കാര്യം കൂടിയുണ്ട്. ഇതൊരു ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് പ്രധാനമന്ത്രി ഇക്കാലം അത്രയും സ്വീകരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഈ വിഷ്ണു നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ പോയി മാധ്യമപ്രവർത്തകർ അവിടെ ഉള്ള മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുമ്പോൾ ഒഴിഞ്ഞു മാറുന്നതിൽ കൂടിയാണ് ഇങ്ങനൊരു പ്രതികരണം അല്ലെങ്കിൽ വിശദീകരണം വിദേശകാര്യ മന്ത്രാലയത്തിന് നൽകേണ്ടി വരുന്നത്. ആ തലത്തിൽ പ്രധാനമന്ത്രിക്ക് ഇടനിലക്കാരെ ഇഷ്ടമല്ല എന്നുള്ള ഒരു മറുപടി നൽകുമ്പോൾ മറ്റു രാജ്യങ്ങൾക്ക് മുൻപിൽ ഇന്ത്യയും ഇന്ത്യൻ പ്രധാനമന്ത്രിയും ചിരിക്കുള്ളൊരു വകയാവുകയല്ലേ? ഇതിൽ മറ്റൊരു വശം കൂടിയുണ്ട്. കാരണം ഈ ഇന്ത്യൻ പ്രധാനമന്ത്രി വിദേശത്ത് പോകുമ്പോൾ അവിടുത്തെ മാധ്യമപ്രവർത്തകർ ഇത്തരത്തിൽ വാർത്താ സമ്മേളനങ്ങൾ നടത്തുമ്പോൾ അതിൽ ആ വാർത്താ സമ്മേളനം നേരിടാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് ചോദ്യങ്ങൾ എടുക്കാനോ പ്രധാനമന്ത്രി തയ്യാറാകാത്ത ഒരു സാഹചര്യമുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിരവധി വിവാദപരമായിട്ടുള്ള വിഷയങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് മാത്രമല്ല ഇതിൽ പലതും നയതന്ത്രപരമായി വളരെയധികം വിശദീകരണം ആവശ്യമായിട്ടുള്ളതുമാണ്. പക്ഷെ രാജ്യത്തിനകത്ത് പോലും പ്രധാനമന്ത്രി അത്തരത്തിലൊരു വാർത്താ സമ്മേളനം നടത്തുന്നില്ല എന്ന ഒരു വസ്തുത കഴിഞ്ഞ 12 വർഷമായി നിലനിൽക്കുന്നുണ്ട്. രാജ്യത്തെ വിവിധ മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോഴും ഈ നിലപാടിന് മാറ്റം ഉണ്ടാകുന്നില്ല, സംയുക്ത വാർത്താ സമ്മേളനങ്ങൾ ഉണ്ടാകുന്നില്ല, ചോദ്യങ്ങൾ എടുക്കാൻ പ്രധാനമന്ത്രി തയ്യാറാകുന്നില്ല തുടങ്ങിയ വിമർശനങ്ങളാണ് ഇപ്പോൾ എന്തായാലും ശക്തമായി തന്നെ ഉയരുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ന്യൂസിലൻഡിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇത്തരത്തിലൊരു പ്രസ്താവനയിലേക്കും പ്രതികരണത്തിലേക്കും കടന്നത്. നമുക്കറിയാം, ഇതാദ്യമായല്ല. പ്രധാനമന്ത്രി ഇതിനു മുൻപ് നടത്തിയ ഒരു സന്ദർശനത്തിലും സമാനമായ നിലയിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അത് വലിയ വിവാദങ്ങൾ ാവുകയും അന്ന് അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങൾ ഇത് വലിയ വാർത്തയായി തന്നെ ക്യാരി ചെയ്യുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ രണ്ടാമതും വിവാദം ഉയർന്നതോടെ വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ ഇപ്പോൾ നിലപാട് വ്യക്തമാക്കി. ഞങ്ങൾ ഇങ്ങനെയാണ്, ഇതിന് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഒരുപക്ഷെ അടിയുറച്ച് വ്യക്തമാക്കുന്നു വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണത്തിലൂടെ എന്നുള്ളതാണ്.